ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു 2 ഉണങ്ങിയ ഓലയും ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു നല്ല ചൂലുണ്ടാക്കാമെന്നാണ്. 100 രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ കടയിൽ നിന്ന് ചൂല് വാങ്ങുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഉണങ്ങിയ ഒരു 2 ഓലയും ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി നല്ല ഇതുപോലുള്ള അടിപൊളി ചൂല് തന്നെ ഉണ്ടാക്കാം. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഞങ്ങളുടെ വീട്ടിൽ തെങ്ങില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്നാണ് ഓല എടുത്തത്. 2 ഓലയാണ് എടുത്തത്. ഇത് നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ചേച്ചിയുടെ വീടാണ്. ആ ചേച്ചിയുടെ പേരാണ് ഉമേച്ചി. ഉമേച്ചിൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഓല എടുത്തത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ പച്ച പെയിൻറ്റും വെള്ള പെയിൻറ്റും ഒക്കെയുള്ള വീട്ടിലെ ചേച്ചിയാണ് ഉമേച്ചി. ഇതാണ് ഉമേച്ചിയുടെ വീട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ആക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഓല തറക്കാം. ഇതുപോലെ തറക്കുക. ഇതിൽ നീളമുള്ള ഓല മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അതിൽ ചെറിയ ചെറിയ ഓലയൊന്നും നമുക്ക് ചൂലിന് പറ്റില്ല. ഇതിപ്പം ഞാൻ ഒരു ചൂലാക്കാൻ വേണ്ടി എടുത്തത് 2 ഉണങ്ങിയ ഓലയാണ്. 2 ഉണങ്ങിയ ഓല കൊണ്ട് ഒരു ചൂലാണ് ആക്കാൻ പറ്റുക. പക്ഷെ നല്ല നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ഉറപ്പും ഇതൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഈർക്കലെടുക്കാം. ഓലയൊക്കെ കളഞ്ഞ് ഈർക്കലെടുക്കുക. അതിൽ ഓലയുടെ അംശമേ പാടില്ല. നന്നായിട്ട് തന്നെ ക്ലീനാക്കി തന്നെ വയ്ക്കുക. അതിന് നമുക്ക് ആദ്യം ഓല കളയാം. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ഓലയുടെ അംശം കളയാം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇതിപ്പോൾ ചെയ്യുന്നത് അമ്മയാണ്. അപ്പോൾ അമ്മയാകുമ്പോൾ അത്ര ഇതിൽ അമ്മ സ്പീഡിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഓലയുടെ അംശമൊക്കെ ഉണ്ട്. ഞാനതൊക്കെ ശരിയാക്കുന്നുണ്ട്. അത് ഇതിൻ്റെ തന്നെ നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണിച്ചു തരാം. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് ഓലയൊക്കെ കളഞ്ഞിട്ട് ചെയ്യണം. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ ശേഷമാണ് ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേ ഇന്ന് ചെയ്യൂ. ബാക്കി വീഡിയോ നാളെയാണ് എടുക്കുന്നത്. ഇന്നിപ്പോൾ ഒരു ഏകദേശം നമ്മൾ കുറച്ച് ഒരു ഇത്ര ഈർക്കലിൻ്റെ മാത്രമേ ആക്കിയിട്ടുള്ളൂ. ഇനിയിപ്പം ബാക്കി നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിപ്പം ആ ഈർക്കലിൻ്റെ അകത്തൊക്കെ ഓലയുടെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. നല്ല മിനുസായിട്ട് തന്നെ എടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരു ഓലയുടെ അംശവും പാടില്ല. അപ്പോൾ ആ ചൂലിന് അത്ര ഭംഗി കിട്ടില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്നും ഓലയുടെ അതിൻ്റെ അംശമോ ഒന്നുമില്ലാതെ നല്ല ലെങ്ത്തായിട്ടുള്ള ഈർക്കൽ മാത്രമേ അതിൽ പാടുള്ളൂ. ലെങ്ത്ത് കുറഞ്ഞതാകുമ്പോൾ ഒരു വലുതും ചെറുതും പോലെ നിൽക്കും. അങ്ങനെ പാടില്ല. ഒരേ ലെങ്ത്തിലേ പാടുള്ളൂ. അത് ലാസ്റ്റ് നമ്മൾ ചൂലായ ശേഷം നമ്മളത് ലെവൽ ചെയ്യും. എങ്കിലും ഒരു മീഡിയം സൈസിൽ, അതായത് കുറച്ച് ലെങ്ത്തുള്ള ഈർക്കൽ മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മൊത്തം ഞങ്ങൾ ക്ലീനാക്കി. 2 ഓലയുടെ ഈർക്കലാണ് നിങ്ങളീ കാണുന്നത്. അധികം ആളും പച്ച ഓല വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഞങ്ങൾ ഉണങ്ങിയ ഓല വെച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചു. ഞങ്ങൾ ഉണങ്ങിയ ഓല വെച്ചിട്ടാണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ നല്ല അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അടിച്ചു വരാനൊക്കെ നല്ല സുഖമുണ്ട്. അപ്പോൾ നമുക്കതിന് ഇതിൻ്റെ പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ട് ഇതെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം അതിന് മുന്നേ തന്നെ ഒരു തുണി അടുത്ത് തന്നെ കരുതണം. ഇതിപ്പോൾ ഒരു തോർത്താണ് ഞാൻ വെച്ചത്. പിന്നെ ഒരു മെഴുകുതിരി, പിന്നെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ് വേണ്ടത്. ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് കുപ്പി. ഞാൻ മിറാണ്ടയുടെ പ്ലാസ്റ്റിക് കുപ്പിയാണ്. എൻ്റെ അടുത്ത് ഈ വെള്ള കളറുള്ള ഇത് മാത്രമേ ഉള്ളൂ. മുന്നേ പച്ച കളറൊക്കെ ഉള്ളത് കുപ്പി ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് വേറെ ചൂല് ചെയ്തായിരുന്നു. അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ കുപ്പിയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ കുപ്പി ഉണ്ടെങ്കിൽ കളർ കുപ്പി എടുക്കാം. പച്ചയോ നീലയോ ഏത് തരത്തിലുള്ള കുപ്പി വേണമെങ്കിലും എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഈ വെള്ള ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളേൻ്റെ കാണിക്കുന്നത്. ഞാൻ മുന്നേ ആക്കിയ ചൂലും ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നു എന്തായാലും. അപ്പോൾ നമുക്കിനി അത് ആദ്യം തന്നെ നമുക്ക് മെഴുകുതിരി ആദ്യം കത്തിക്കുക. പിന്നെ കത്തിയും വേണം. ഒരു കത്തിയും എന്തായാലും വേണം. ഒരു ഇരുമ്പ് കഷ്ണമായാലും മതി. പക്ഷേ ഇരുമ്പ് കഷ്ണം ആകുമ്പോൾ തുണി കൂട്ടി പിടിച്ചിട്ട് ഇതേപോലെ ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഈ കത്തി ചൂടാക്കണം. ഇതുപോലെ കത്തി നന്നായിട്ട് ചൂടാക്കിയ ശേഷം ആ കുപ്പിയുടെ ബാക്ക് വശത്ത് ഇതുപോലെ ചെയ്യുക. ഈ 5 ഇതിന് ഹോൾസ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഹോൾസ് ആക്കണം.
ഞങ്ങൾ മുന്നേ ആക്കിയ ചൂലൊക്കെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത് പുറത്തുനിന്നും കൂടി ആകുമ്പോൾ കുറച്ച് ക്ലിയർ കിട്ടുമല്ലോ. ഗ്യാസ് അടുപ്പിൻ്റെ അടുക്കുന്നതാകുമ്പോൾ അത്ര ക്ലിയർ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മെഴുകുതിരി വെച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ അത് ഹോൾസാക്കുവാണ് വേണ്ടത്. ഇപ്പം എല്ലാ സൈഡിലും ഞങ്ങൾ ഹോൾസാക്കി. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ കടയിൽ നിന്ന് വാങ്ങി കാശ് കളയുന്നതിനേക്കാളും ഇതുപോലെ ഹോൾസാക്കുക. 5 ഹോൾസാണ് ആക്കിയത്. ഇനി നടുവിലും കൂടി ഒരു ഹോൾസാക്കി കൊടുക്കണം. മൊത്തത്തിൽ 6 ഹോൾസാണ്. ഇനി നമുക്ക് നടുവിലും കൂടി ഒരു ഹോൾസാക്കാം. ഇതെൻ്റെ പ്രിയപ്പെട്ട പൂച്ചയാണ്. ഉക്കുറു എന്നാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് വേറെയും 2 പൂച്ചയും കൂടി ഉണ്ട്. സാറ് മാത്രമേ പുറത്ത് വന്നുള്ളൂ, അതുകൊണ്ടാണ് സാറിനെ കാണിച്ചത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നടുക്ക് ഒരു ഹോൾസാക്കിയ ശേഷം കുറച്ച് പണിയുണ്ട് ഇത് ഇതാവാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് കട്ടിയുണ്ട് ആ നടുഭാഗത്ത് ഹോൾസാക്കുമ്പോൾ. ഇരുമ്പ് വടീൻ്റെ കഷ്ണത്തോണ്ടാകുമ്പോൾ താഴെ പെട്ടെന്ന് തന്നെ പോകും. ഇതിപ്പോൾ ഈ കത്തി ആയതുകൊണ്ടാണ് കുറച്ച് പാട്. ഇപ്പോൾ നടുവിലും കൂടി ഹോൾസാക്കി. ഇതുപോലെയായി. മൊത്തത്തിലിപ്പോൾ 6 ഹോൾസായി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ നല്ല വൃത്തിയാക്കി വെച്ച ആ ഈർക്കലുകൾ ഓരോരോ ഹോൾസിലും നമുക്കിടാം. ഓരോരോ ഹോൾസിലും നിറയ്ക്കണം. ഗ്യാപ്പ് വരാൻ പാടില്ല. കാരണം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഊരിപ്പോകും. അതുകൊണ്ട് നല്ല ടൈറ്റിലായിട്ട് തന്നെ വയ്ക്കുക. ഓരോരോ ഹോൾസിലും നിറയ്ക്കണം. അതുകൊണ്ടാണ് ഞാൻ 2 ഓലയുടെ ഈർക്കിൽ വേണമെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഓരോരോ ഹോൾസിലും ഇങ്ങനെ നിറയ്ക്കുക. നിങ്ങൾക്കിത് അടിച്ചു വാരുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല സുഖമാണ് അടിച്ചു വാരാൻ. അധികം നമുക്ക് കുനിഞ്ഞ് അടിച്ചു വാരേണ്ടിയൊന്നും വരില്ല. കാരണം നല്ല ലെങ്ത്തും ഉണ്ട്. കണ്ടില്ലേ? ഇതിപ്പോൾ എല്ലാ ഹോൾസിലും നിറയ്ക്കുകയാണ്. ഇതുപോലെ ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ ഓരോന്നായിട്ടും വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഗ്യാപ്പേ വരാൻ പാടില്ല. ഇതിപ്പോൾ ഏകദേശം ഞങ്ങളെല്ലാം മൊത്തത്തിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? നല്ല ലെങ്ത്തും ഉണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഞങ്ങൾ ആ നീളം കൂടുതൽ കുറവൊക്കെ ഉള്ളതൊക്കെ ഞങ്ങൾ വയ്യ കട്ട് ചെയ്യും. ഇതിപ്പോൾ നല്ല ലെങ്ത്ത് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ഇത് ഉറച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് ഗ്യാസ് അടുപ്പ് ഓണാക്കിയ ശേഷം ഞാൻ ഈ ചെയ്യും പോലെ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് നമ്മുടെ തുണി കൊണ്ട് അതിനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ ചെയ്യണം. അല്ലാതെ തുണിയില്ലാതെ നമ്മളത് ടച്ച് ചെയ്യാൻ പാടില്ല. കാരണം കൈ പൊള്ളിപ്പോകും. അതുകൊണ്ട് തുണി വെച്ചിട്ട് തന്നെ ചെയ്യണം. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ ഞാൻ ഈ ചെയ്യും പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഉറച്ച് കിട്ടും. ഇപ്പോൾ തന്നെ അതിൻ്റെ അവിടെയൊക്കെ നിങ്ങൾ കണ്ടോ? എൻ്റെലൊക്കെ കണ്ടോ? നല്ലോണം ഉറച്ച് നിൽക്കുന്നുണ്ട്. അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലൂസായി വീഴാതിരിക്കാൻ ഇങ്ങനെ ചെയ്താൽ കുറേ കാലം തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കതിൻ്റെ ഈ മാച്ചിനെ ഇതുപോലെ ലെവൽ ചെയ്തെടുക്കാം. വലുതും ചെറുതായിട്ട് കുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കിനി അതിനെ കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുത്തു. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയാണ്. ഇപ്പോൾ നമ്മളെല്ലാം ലെവൽ ചെയ്തെടുത്തു. ഇനി നമുക്കിവിടെ ഒന്ന് അടിച്ചു വാരി നോക്കാം. നിങ്ങൾ എന്തായാലും ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ 100 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ വെറുതെ പണം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഓലയും ഒരു പ്ലാസ്റ്റിക് കവറും ഒരു പ്ലാസ്റ്റിക് കുപ്പിയും ഉണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ചൂലാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വെറുതെ പണം വേസ്റ്റ് ആവില്ല. നിങ്ങളിത് എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. വെറുതെ കാശ് കളയണ്ടെന്ന് തന്നെയാണ് പറയുള്ളത്. ഞങ്ങൾ അതിന് ശേഷം ചൂലൊന്നും വാങ്ങാറില്ല. ഇതുപോലെ തന്നെ ആക്കാറാണ്. ഇപ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ തന്നെ. നല്ല പിടിക്കാനും നല്ല സുഖമാണ്. അത് നല്ല ലെങ്ത്തും ഉണ്ട്. നിങ്ങൾക്കത് അടിച്ചു വാരി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അധികം കുനിഞ്ഞടിച്ചു വാരേണ്ട കാര്യമൊന്നും വരില്ല. നമുക്ക് പിടിക്കാനും നല്ല സുഖമായിരിക്കും. ഞാൻ മുമ്പേ ആക്കിയ ഒരു ചൂലാണിത്. അത് കുറച്ചും കൂടി നല്ല ഓലയായിരുന്നു. നേരത്തെ കണ്ട പോലെയുള്ള ഓലയായിരുന്നില്ല. കുറച്ചും കൂടി നല്ലതായതുകൊണ്ടാണ്. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും സെയിം കാര്യം തന്നെ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.